അപ്പോൾ നമ്മൾ ബേബികൾ എന്ന് പറഞ്ഞ നിവിൻ പോളിയുടെ സിനിമ കണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ നമ്മൾ പറയാൻ വന്നത്. അപ്പോൾ ഇതിലത്തെ കാസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിവിൻ പോളി ഉണ്ട്, സംഗീതം ഉണ്ട്, നമ്മുടെ പ്രേമലൂലത്തൊക്കെ ഉണ്ടല്ലോ. ആൾ ഇതിൽ സീരിയസ് ക്യാരക്ടറാണ് കേട്ടോ. ഞാൻ ആളെ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെ സീരിയസ് ക്യാരക്ടർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലിജു മോളുണ്ട് ഫീമെയിൽ ലീഡായിട്ട്, പിന്നെ അഭിമന്യു തിലകൻ ആളുണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ട്. എല്ലാം ഒരു ദിവസം നടക്കുന്ന ഒരു കഥയാണ് കേട്ടോ. ഒരു ദിവസത്തെ ഒരു കഥയാണ്. ഏകദേശം നമ്മൾ ട്രാഫിക് മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ട്രാഫിക്കിൻ്റെ അടുത്തൊന്നും എത്തില്ല, അത് വേറെ കാര്യം. കോമഡി സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. നിവിൻ പോളി എനിക്ക് ആക്ച്വലി കണ്ടിട്ട് തോന്നിയത് ഒരു സൈഡ് റോള് പോലെയാണ് നിവിൻ പോളി എനിക്ക് ഫീൽ ചെയ്തത്. ഓവറോൾ ഒരു ആവറേജ് ഫിലിം കണ്ടിട്ട് ആവറേജ് ഫിലിമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ. അത്യാവശ്യം ചില സമയത്തൊക്കെ നമുക്ക് ലാഗ് അടിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇതിന് നമ്മുടെ ഇപ്പോൾ റീസെൻ്റ്ലി നിവിൻ പോളിൽ ഇറങ്ങി നമ്മുടെ ഇപ്പം ഇറങ്ങിയിട്ടുണ്ടെന്നല്ലോ നമ്മുടെ പേര് കിട്ടുന്നില്ലോ, ഇടയ്ക്കിടയ്ക്ക് സാധനം കത്തില്ല. അപ്പോൾ അതിൻ്റെ അത്രയ്ക്കൊന്നും ഇല്ല. അത് ആക്ച്വലി നല്ല എൻ്റർടൈനറാണ്. ഇത് ആക്ച്വലി എൻ്റർടൈനറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ചെറിയ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ന്യൂ ബോൺ കിഡ്നാപ്പ് ആവണതിൻ്റെ ഒരു കഥയാണ്. അതിന് ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കഥയാണ്. ഞാനിപ്പോൾ കഥയൊന്നും പറയുന്നില്ല. അപ്പോൾ ഫാമിലി ഓറിയൻറ്റഡ് ഫിലിം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ പേര് ആ തട്ടിക്കൊണ്ടു പോകുന്ന കുട്ടി പെൺകുട്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ സൊസൈറ്റിയിൽ നടക്കുന്ന എന്താ പറയുക അൺവാണ്ടഡ് പ്രഗ്നൻസി അങ്ങനെ പരിപാടിയൊക്കെ കുറച്ച് ദിവസം ഹാൻഡിൽ ചെയ്യുന്നു. പക്ഷേ അത് പിടുത്ത് പറയണമെന്നില്ല, സംഭവം അതാണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെയല്ലോ കേട്ടോ. ഓവറോൾ ഒരു ആവറേജ് ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. കോമഡി സംഭവമൊന്നും ഇല്ല കേട്ടോ. കോമഡി ഇപ്പോൾ നിവിൻ പോളിയുടെ സിനിമ എന്ന് വെച്ചിട്ട് കോമഡി ഉണ്ടെന്ന് വെച്ചിട്ട് പോകാൻ നിൽക്കണ്ട. അപ്പോൾ ഒരു കോമഡി തന്നെ ഏരിയയിലത്തോടെ പോയിട്ടില്ല. നിവിൻ പോളി ഇതിൽ കോമഡിയും ഇല്ല, അവനാകെ ഇതിലൊക്കെ സീരിയസ് ക്യാരക്ടറാണ് ഫുള്ള്. അത് ഓൾമോസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അതിൽ ശരിക്കും നിവിൻ പോളിയിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ആക്ച്വലി ഒരു സൈഡ് റോള് പോലെ തോന്നിയത് കേട്ടോ. ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ പടത്തിൻ്റെ ആദ്യം കുഞ്ചാക്കോ ബോബനെ ഉണ്ടാകുന്നതുകൊണ്ട് അതിന് ഫസ്റ്റ് പ്രിഫറൻസ് ഉണ്ടാകുന്നത്. പിന്നെ ആൾക്ക് കിട്ടാത്തതുകൊണ്ടാണ് നിവിൻ പോളിനെ എടുക്കുന്നതെന്ന് എനിക്ക് തോന്നിയത്. ശരിക്കും എനിക്ക് തോന്നിക്കുന്നത് എനിക്ക് കണ്ടപ്പോൾ പടം തോന്നിയത് നിവിൻ പോളിനായിട്ടും കുറച്ചുകൂടി ബെറ്ററായിരിക്കും കുഞ്ചാക്കോ ബോബൻ തന്നെയാണ് തോന്നിയിട്ടാണ്. അപ്പോൾ ഓവറോൾ ഒരു ആവറേജ് ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ.